വെൽക്കം ബാക്ക് ടു എജി ഫോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. നിങ്ങളുടെ സ്വന്തം വർണ്ണ മിസ് ആണ്. സോ നമ്മൾ ക്രിസ്മസ് എക്സാമിന് നമ്മുടെ പോർഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും വരുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഏതാണ്ട ഡയറി എൻട്രി അല്ലെ. മിസ് ഏത് ലെസണിലാണ് ഡയറി എൻട്രി വരിക എന്നുള്ളത് എപ്പോഴും ഞാൻ ഇങ്ങനെ ഓരോരോ കമന്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ സമയത്തൊക്കെ കേട്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മിസ് ഏത് ലെസണിലാണ് ഡയറി എൻട്രി വരിക എന്നുള്ളത്. ഡയറി എൻട്രിക്ക് കൂടുതൽ സ്കോപ്പ് ഉള്ള ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി എവർ മേഡും, പിന്നെ അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റുമാണ്. അതിനകത്ത് തന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ അകത്ത് നമ്മുടെ വാർത്തയുടെ ഡയറി അത് നിർബന്ധമാണെന്നുള്ള പോലെയാണ്. അത് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. നമുക്കിപ്പോ ഒരു ക്വസ്റ്റൻ പോലും 100% ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ എന്ന രീതിയിൽ പറയാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ മാർത്തയുടെ ആ ഒരു ഡയറി. മാർത്തക്ക് ഇതിനകത്ത് രണ്ട് ഡയറിക്ക് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അതായത് ഒന്ന് മാർത്ത അല്ലേ ആ ഒരു അവളൊരു ചീറ്റഡ് ആയി അല്ലെങ്കിൽ അവളുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവളുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നു എന്നുള്ള അറിയുന്ന ആ ഒരു ദിവസത്തെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ഡയറി എൻട്രി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ വേറൊരു സ്കോപ്പുള്ള ഡയറി എന്താന്ന് വെച്ചാല് മാർത്തക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ പ്രിൻസിപ്പൾ പറഞ്ഞിട്ട് ഓക്കെ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തക്ക് തന്നെയാണ് കിട്ടുന്നതെന്ന് ഉറപ്പായ ദിവസം അവള് ഇതേപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുതാൻ ചാൻസ് ഉള്ള ഒരു ഡയറി എൻട്രി ഉണ്ട്. സോ അങ്ങനെ രണ്ട് ഡയറി എൻട്രിക്ക് സ്കോപ്പ് ഉള്ള ഒരു ലെസൺ ആണ് നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ്. സോ അതിനകത്ത് മിസ് ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഡയറി എൻട്രി ആയിട്ടുള്ളതാണ്. മാർത്ത വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴുള്ള മാർത്തയുടെ ആ ഒരു ഡയറി എൻട്രി ആണ് കേട്ടോ. അപ്പം എന്താണ് പ്രിപ്പയർ എ ഡയറി എൻട്രി ഓഫ് മാർത്ത ആഫ്റ്റർ ഓവർ ഹിയറിംഗ് ഹർ ടീച്ചേഴ്സ് കോൺവെർസേഷൻ. എടാ ഓവർ ഹിയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ അല്ലെ, ഓവർ ഹിയറിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു വേർഡ് നമുക്ക് ടെക്സ്റ്റിൽ അത് എന്തായിട്ടാ പറഞ്ഞിട്ടുള്ളത്? ഈവ്സ് ഡ്രോപ്പിംഗ് എന്നുള്ള അല്ലെ. യെസ്, ഈവ്സ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ മറന്നു നിന്ന് കേൾക്കുക അല്ലെങ്കിൽ അല്ലെ ആക്സിഡന്റലി കേൾക്കുക എന്നുള്ളതിനാണ് നമ്മൾ ഈവ്സ് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. സോ ആ ഒരു വേർഡ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പാസേജ് കോംപ്രഹെൻഷൻ വരില്ലേ, അതായത് പാസേജ് വന്നിട്ട് അതിനകത്ത് അല്ലെ ഒരു വേർഡ് ഇടാൻ വേണ്ടി പറയും. സോ പാസേജ് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതിനകത്ത് മിക്കവാറും നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അതായത് ഒരു വേർഡിന്റെ മീനിങ് തരും. ആ മീനിങ് ഉള്ള വേർഡ് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡാണ് ഈ പറയുന്ന ഏതാണ്ടാ ഈവ്സ് ഡ്രോപ്പ് എന്നുള്ള ആ ഒരു വേർഡ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡാണ്. അപ്പൊ അത് പ്രത്യേകം നോക്കി വെച്ചോട്ടോ. പിന്നെ മിസ് പറയുന്ന വേറൊരു എക്സ്ട്രാ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ നമ്മുടെ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ പാസേജ് കോംപ്രഹെൻഷനിൽ എന്തായാലും ഇങ്ങനത്തെ ഒരു മീനിങ്ങും അതിനകത്ത് പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് എന്ന് പറഞ്ഞു വരുമല്ലോ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ചില വേർഡ്സ് ഇങ്ങനെ ഒരു ഫോണ്ട് അല്ലെ ബോൾഡ് ആക്കി കൊടുത്തിട്ടില്ല, അതായത് ഒന്ന് ഡാർക്ക് ആക്കി കൊടുത്തത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള വേർഡ്സിന്റെ മീനിങ് പ്രത്യേകം ടെക്സ്റ്റിന്റെ ബാക്കിൽ ഉണ്ടാവും. അതൊന്ന് പഠിച്ചു വെക്കുക. എടാ നിങ്ങൾക്ക് ആ വേർഡ്സ് മാത്രമേ അങ്ങനെ ചോദിക്കുള്ളൂ. സോ അതൊരു ടിപ്പാണ്. അതങ്ങനെ ആ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോൾഡ് ആക്കി കൊടുത്തിട്ടുള്ള വേർഡ്സ് പ്രത്യേകം വായിച്ച് തന്നെ പഠിച്ചോളൂ. അതിന്റെ അകത്ത് മാത്രമേ ആ മീനിങ് നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഓക്കെടാ. സോ ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു നമ്മുടെ വീഡിയോ കാണുന്നത് അല്ലെ, നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ആക്ടിവിറ്റീസ് എക്സ്ട്രാ വേണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് പറയാനുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് മിസ്സിനും സന്തോഷമാണല്ലോ എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ട്. ഓക്കെ ഡാ. സോ നമുക്ക് നമ്മുടെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. യെസ്, അപ്പൊ ഡയറി എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് എനിക്കൊന്നൊരു 4th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ തോട്ട്സ് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയായിരിക്കും അല്ലെ. ആ തോട്ട്സ് ആണ് പിന്നെ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡയറി എന്ന് പറയേണ്ടി വരും. സോ ഓക്കെടാ, ഡയറി എൻട്രിയുടെ ഫോർമാറ്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഉറപ്പായിട്ടും ഫോർമാറ്റിന് മാർക്ക് ഉണ്ട്. ഒരു കാരണവശാലും വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എഴുതി വെച്ച ഡയറി ആയി എന്ന് വിചാരിക്കരുത്. ഡയറിക്ക് നിങ്ങൾ എന്ത് ചെയ്യാ, ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ട ശേഷം അല്ലെ ഇങ്ങനെ, അതായത് അത് ലാസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം ലാസ്റ്റ്, അതായത് ഡയറി എഴുതി കഴിഞ്ഞതിന് ശേഷം. പിന്നെ വേറൊരു ഡൗട്ടാണ് മിസ് ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡയറി കുറിപ്പ് എന്നുള്ളതാണ് കേട്ടോ. ഡയറി കുറിപ്പ് എന്ന് പറയുന്നില്ല, അതിന് തന്നെയാണ് ഡയറി എൻട്രി എന്ന് പറയുന്നത്. സോ നിങ്ങൾ ലാസ്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരച്ച് ഒരു എന്താ പറയാ ഒരു വർഷം അല്ലെ 2012 എന്ന് പറഞ്ഞ ഒരു വർഷം, പിന്നെ ഒരു മാസം, ഒരു ഡേറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്ത് അതിനെ കണ്ടാൽ ഒരു ഡയറി പേജ് പോലെ തോന്നിക്കുന്ന പോലെ ആക്കി എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു മിടുക്കാണ്. അതിന് മാർക്ക് ഉണ്ട്, അതിന് സ്കോർ ഉണ്ട്.
ഓക്കെ, സോ ഡയറി പേജിന്റെ ലേ ഔട്ടിന് ഒരു സ്കോർ ഉണ്ട്. പിന്നെ യൂസ് ഐ, മീ ആൻഡ് മൈ, അതായത് ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിൽ വേണം നിങ്ങൾ ഡയറി എഴുതാനായിട്ട്. മാർത്തയുടെ ഡയറി നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇമാജിൻ ദാറ്റ് യു ആർ മാർത്ത, നിങ്ങളാണ് മാർത്ത എന്നുള്ള പോലെ വേണം നിങ്ങൾ ആ ഒരു ആൻസർ എഴുതാനായിട്ട്. അല്ലാതെ ഷീ അല്ലെങ്കിൽ ഹി, മാർത്ത അവളുടെ ഡയറി എഴുതുന്ന സമയത്ത് അവളെ അല്ലെ അവൾ എന്ന് പറയില്ലല്ലോ, ഞാൻ എന്നുള്ളതല്ലേ പറയാ. സോ മാർത്തയുടെ ഡയറി എഴുതുമ്പോൾ നിങ്ങളാണ് മാർത്ത എന്നുള്ള പോലെ വേണം എഴുതാൻ. സോ യൂസ് എന്താണ് ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവ്. ഐ, മീ, മൈൻ എന്നൊക്കെ യൂസ് ചെയ്യാം. നേരെ മറിച്ച് ഇപ്പം മിസ്റ്റർ ബൂണിനെ കുറിച്ച് അല്ലെങ്കിൽ മിസ്റ്റർ ഷ്മിഡറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി എന്ന് പറയാം, അല്ലെ ഗ്രാൻഡ് ഫാദറിനാണെങ്കിൽ ഹി എന്ന് പറയാം, ഗ്രാൻഡ് മദറിനാണെങ്കിൽ ഷീ എന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ദെൻ റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്. കൂടുതലും നോട്ട് നെസസറിലി എപ്പോഴും നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇത് പാസ്റ്റില്, അതായത് നമ്മളൊരു ദിവസത്തെ രാത്രിയാണല്ലേ ഡയറി എൻട്രി എഴുതുന്നുണ്ടാവുക അന്ന് രാത്രി ആയിരിക്കും. സോ അന്ന് പകല് അല്ലെങ്കിൽ അതിന് മുന്നേ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതുന്നുള്ള ബോധം വെക്കുക, ആ ഒരു ഓർമ്മയിൽ എഴുതുക. അപ്പൊ എന്ത് ചെയ്യടാ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാനായിട്ടുള്ള കാര്യം ഓർക്കുക. ദെൻ റൈറ്റ് അബൌട്ട് ദ മെയിൻ ഇവന്റ്സ്. ആ ഒരു ദിവസം നടന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇവന്റ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയണം. യെസ്, അതിന്റെ മെയിൻ ഇവന്റ്സ് ആയിട്ട് അവിടെ ജോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി കഴിയണം. അതായത് എല്ലാ കാര്യങ്ങളും ഐ വോക്ക് അപ്പ് ടുഡേ മോർണിംഗ് at 6 AM, then I went to the bathroom, അങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതണ്ട. അന്നത്തെ മെയിൻ ഇവന്റ്സ്, അന്ന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹിറ്റ് ചെയ്ത, നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് അന്ന് ഏറ്റവും കൂടുതലും എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ ക്യാരക്ടറിനെ ഏറ്റവും കൂടുതൽ ഇമോഷണലി അല്ലെ മൂവ് ചെയ്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ മാത്രം നമ്മൾ എഴുതാം. ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഡയറി എൻട്രി ഇസ് ഓൾ അബൌട്ട് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. ഡയറി എൻട്രിനകത്ത് മുഴുവൻ എത്താൻ വേണ്ടത് ആ ഒരു ഫീലിംഗും ഇമോഷനും, അതിന്റെ ഫീലിംഗും ഇമോഷനും തന്നെയാണെന്നുള്ള രീതിക്ക് എഴുതണം കേട്ടോ. വെറുതെ ഇങ്ങനെ ചുമ്മാ കഥ രാമായണം പറയുന്ന പോലെ ആവരുത്. അതിൻ്റെ അകത്ത് ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു വിഷമം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ മാർത്തയുടെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡയറിയാണ്. കാരണം മാർത്ത അല്ലെ, ഷി ഹാസ് ബീൻ വർക്കിംഗ് ഓൾ ദീസ് ഇയേഴ്സ് ജസ്റ്റ് ടു അറ്റൈൻ ദാറ്റ് ജാക്കറ്റ്. ആ ഒരു ജാക്കറ്റ് നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ആ ഒരു പെയിൻ when she hears that she is gonna lose this, അല്ലെ ഇത് എന്റെ മിസ്സാവാൻ പോകുന്ന അറിയുന്ന സമയത്ത് അവൾ ഒരുപാട് വിഷമിക്കും. സോ ആ ഡയറി അത്രയും വിഷമത്തോടെ വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ ഇമോഷൻസും ഫീലിങ്സും അതിനകത്ത് നന്നായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഓർക്കണം. ഓക്കെടാ, സോ നമുക്ക് മാർത്തയുടെ ആ ഒരു ഡയറി കണ്ടു കഴിഞ്ഞാലോ, അല്ലേ? നമ്മുടെ ഓവർ ഹിയറിംഗ് ദ ടീച്ചേഴ്സ് കോൺവെർസേഷൻ, ആ കോൺവെർസേഷൻ കേട്ട ശേഷം മാർത്ത എഴുതുന്ന ഒരു ഡയറിയാണ്. March 1980. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ലേ, ഞാൻ പറഞ്ഞ എന്താണ്, ഇങ്ങനെ വെച്ചിട്ട് ഒരു 1980. ഓക്കെ, ഒരു വർഷം ഇവിടെ മാർച്ചിന് കൊടുക്കാം, പിന്നെ ഒരു ഡേറ്റ് ഇവിടെ കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ ഫോമാറ്റ്. ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു സൗകര്യത്തിന് ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്തു തന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഡിയർ ഡയറി ഈസ് നോട്ട് വെരി എസെൻഷ്യൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി, അത് വലിയ നിർബന്ധമൊന്നുമില്ല. ടുഡേ വാസ് എ ടെറിബിൾ ഡേ, അല്ലെ? ഒരു ദിവസം എന്താണ്, ഭയങ്കര ഹാപ്പി ആണോ മാർത്ത? ഭയങ്കര ഹാപ്പി ആയിട്ടാണോ ഒരു ദിവസം സ്പെൻഡ് ചെയ്തത്? നോ, ഷി വാസ് വെരി സാഡ്, ഷി വാസ് ഹാർട്ട് ബ്രോക്കൺ. സോ അവൾ എന്താണ് എഴുതുന്നത്? ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ. ടുഡേ വാസ് എ ടെറിബിൾ ഡേ. I feel like my whole world has been turned upside down. എന്റെ മുഴുവൻ ലോകവും കീഴ്മേൽ മറഞ്ഞ പോലെ. അപ്സൈഡ് ഡൗൺ അല്ലെ, ടേൺഡ് അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉൾട്ടാവുന്ന പോലെ, അതായത് തല കീഴായി മറിഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. I was walking back to my classroom to get my PE shorts when I overheard Mr. Schmidt and Mr. Boone talking in the hallway. So ഞാൻ എന്റെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത്, അല്ലെ എന്റെ PE ഷോർട്സ് മറന്നിട്ട് അത് എടുക്കാൻ പോകുന്ന സമയത്താണ് I overheard Mr. Schmidt and Mr. Boone talking. അല്ലെ, മിസ്റ്റർ ഷ്മിഡറ്റും മിസ്റ്റർ ബൂണും സംസാരിക്കുന്നത് ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത്. They were discussing the scholarship jacket and they said that and what they said made my heart sink. They were discussing about the scholarship jacket. അവർ ആ സ്കോളർഷിപ്പ് ജാക്കറ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. And what they said made my heart sink. അവർ പറഞ്ഞ കാര്യം കേട്ട് എന്റെ ഹൃദയം നുറുങ്ങിപ്പോയി. They made my heart sink. അതായത് എനിക്ക് ഭയങ്കരമായിട്ടും അല്ലെ എന്നെ വല്ലാതെ വിഷമത്തിൽ ആഴ്ത്തി എന്നാണ് പറഞ്ഞത് കേട്ടോ. യെസ്, Mr. Boone was saying that the scholarship jacket should be given to Joanne since her father is a member of the board and since he owned the only store in town. So അവൾ എന്താണ് അവിടെ കേട്ട കാര്യം എന്താണ്? Mr. Boone was saying that scholarship jacket should be given to Joanne. അല്ലെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്ക് കൊടുക്കണം? ജോവാന് കൊടുക്കണം എന്ന് പറയുന്നു. Since her father is a member of the board,
എന്തുകൊണ്ടാണ്? സിൻസ് her father is a member of the board, അവളുടെ അച്ഛൻ ബോർഡിൽ ഒരു മെമ്പർ ആണെന്നുള്ള കാരണം കൊണ്ട് അത് അവർക്ക് കൊടുക്കണം എന്ന് പറയാണ്. And since he owned the only store in town, പിന്നെന്താണ്? Since he owned the only store in town, അല്ലെ, ആ ഒരു ടൗണിലെ only store ആരാണ് ഓൺ ചെയ്യുന്നത്? മാർത്തയുടെ അല്ല, ജോയാന്റെ ഫാദർ ആണ് ഓൺ ചെയ്യുന്നത്. സോ ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് നമ്മുടെ ജോയാന് കൊടുക്കണം എന്ന് മിസ്റ്റർ ബൂൺ പറയുന്നത് അവൾ കേട്ടു. But Mr. Schmidt argued that I was the deserving one and that he wouldn't falsify the records. പക്ഷേ മിസ്റ്റർ ഷ്മിഡറ്റ് പറയുന്നത് അവൾ കേട്ടു. എന്താണ്? argued that I was the deserving one, ഞാനാണ് അത് കൃത്യമായിട്ടും അർഹിക്കുന്നത് എന്ന് പറയുന്നതും, and he wouldn't falsify the records, അദ്ദേഹം റെക്കോർഡുകൾ തിരുത്തില്ല അല്ലെങ്കിൽ അതിലൊരു കള്ളത്തരം കാണിക്കില്ല എന്ന് പറയുന്നതും ഞാൻ കേട്ടു. How could Mr. Boone ever think like that? മിസ്റ്റർ ബൂണിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത്? ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ഫെയർ, അത് വളരെ അൺഫെയർ ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനീതിയാണ്, നീതിയല്ല എന്ന് പറയാണ്. Then I felt like I've been punched in the gut. എടാ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, നല്ലൊരു എന്താ പറയാ, ഒരു ഇഡിയം ആണെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഐ ഫെൽറ്റ് ലൈക്ക് ഐ ബീൻ പഞ്ച്ഡ് ഇൻ ദ ഗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വയറ് നല്ലൊരു ഇടി കുടുങ്ങിയ പോലെ, അല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു പെയിൻ ഫീൽ ചെയ്യാം. പഞ്ച്ഡ് ഇൻ ദ ഗട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ വയറിന്റെ ഈ കുടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. സോ അവിടെ എനിക്കൊരു ഇടി കിട്ടിയ പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ ഒരു പെയിൻ ഫീൽ ചെയ്തു. ഓക്കെ, നമ്മുടെ ആ ഒരു ഈ നമ്മള് എന്താ പറയാ വയറ്റില് ബട്ടർഫ്ലൈസ് കുടുങ്ങി എന്നൊക്കെ പറയാറില്ലേ, ഭയങ്കര എന്താ പറയാ ഒരു റൊമാൻറ്റിക് ഫീൽ വരുന്ന സമയത്ത് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നില്ലേ. സോ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക് എന്ന് പറയുന്ന പോലെ എന്താ പഞ്ച് ഇൻ ദ ഗട്ട് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു പെയിൻ, എനിക്ക് ഭയങ്കര ഹൃദയം നുറുങ്ങുന്ന പോലെ ഒരു വേദന തോന്നി എന്നുള്ളതിന്റെ വേറൊരു ഫ്രേസ് ആണ് കേട്ടോ. സോ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം, ഫ്രഷ് അല്ലേ, അത് എഴുതി വെക്കണേ. ഓക്കെ, then I worked so hard for 8 years to get good grades. പിന്നെ അവളുടെ ആ ഒരു പെയിൻ പറയണം, അവളുടെ ആ ഒരു ഇമോഷൻ പറയണം. എന്താണ്? I worked so hard for 8 years. ഞാൻ 8 വർഷത്തോളമായിട്ട് അത്രയും കൂടുതലും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. And now it seems like it's all been for nothing. ഇപ്പൊ എനിക്കത് തോന്നുമ്പോ എന്താണ്? Now it seems like it's all been for nothing. അല്ലെ, എന്റെ ഇത്രയും 8 വർഷത്തെ ആ ഒരു കഷ്ടപ്പാട് അതൊന്നും അല്ലാതായി പോയി എന്ന് എനിക്കിപ്പോ ഫീൽ ചെയ്യാണ്. I keep thinking about all the times I stayed up late studying. അപ്പൊ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണ്? യെസ്, about all the times I stayed up late studying. അല്ലെ, ഞാൻ രാത്രി പഠിക്കാൻ വേണ്ടി ഉറക്കം വിളച്ചിരുന്ന എന്റെ ആ സമയത്തിന് ഞാൻ ഓർത്തു പോവാണ്. All the times I gave up playing with my friends to do my homework. അല്ലെ, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ പോവാതെ ഹോംവർക്ക് ചെയ്ത് അത്രയും ഞാൻ സ്പെൻഡ് ചെയ്ത സമയം. എടാ, ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു കുട്ടി ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 വർഷത്തോളം എന്താണ് ആ ഒരു ടോപ്പർ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ she might have sacrificed lot of things. ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ. ആ കുട്ടിക്ക് ചിലപ്പോൾ ഉറക്കളച്ചിരുന്ന് നന്നായിട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം നല്ല മാർക്ക് സ്കോർ ചെയ്യണം, ക്ലാസ്സിൽ ടോപ്പർ ആവണം. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഫ്രണ്ട്സ് എല്ലാവരും കളിക്കാൻ പോകുന്ന സമയത്ത് അവൾ കളിക്കാൻ പോവാതെ അവൾ ഹോംവർക്ക് ചെയ്തിരുന്നിട്ടുണ്ടാവാം. ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സുവർണ അവസരമാണ്, അത് പാഴാക്കരുത്, അതൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, then and now it's all being taken away from me because of who my father is. And now പക്ഷെ ഇപ്പൊ എന്താണ്? ഇറ്റ്സ് ഓൾ ബീങ് ടേക്കൺ അവേ ഫ്രം മീ. ആ ഒരു കാര്യങ്ങളല്ലേ, ഇത്രയും ഞാൻ ചെയ്ത എഫേർട്ട് മുഴുവനും എന്റെ എന്താണ് ബിക്കോസ് ഓഫ് ഹൂ മൈ ഫാദർ ഇസ്. എന്റെ അച്ഛൻ അങ്ങനെ ഒരു സ്റ്റോർ ഓണർ അല്ല, അല്ലെങ്കിൽ എന്റെ അച്ഛൻ ബോർഡിൽ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഓൾ മൈ എഫേർട്സ് ആർ ടേക്കൺ അവേ. എന്റെ ഈ എഫേർട്സ് മുഴുവനും അല്ലെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന ഒരു റിവാർഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടേക്കൺ അവേ, അതിനെയാണ് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ മെൻഷൻ ചെയ്തത്. ലാസ്റ്റ് നോക്കിയടാ, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അല്ലെ, ആ കുട്ടിയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഐ ഫീൽ ലൈക്ക് ക്രൈയിങ് ആൻഡ് സ്ക്രീമിങ് ആൻഡ് റണ്ണിങ് അവേ ഓൾ അറ്റ് ദ സെയിം ടൈം. എനിക്ക് എന്താ തോന്നുന്നത്? ആ കുട്ടിയില്ലേ അന്ന് പറയുന്നില്ലേ വാർത്ത അല്ലേ, ഷീ ലൈസ് ഡൗൺ ഓൺ ദി ബെഡ്, അവൾ ആ ഒരു പില്ലോന്റെ മേലെ കടന്നിട്ട് ഒരുപാട് കരയുന്നു എന്ന് പറയുന്നില്ലേ. സോ ഐ ഫീൽ ലൈക്ക് ക്രൈയിങ് ആൻഡ് സ്ക്രീമിങ്, എനിക്ക് ഒരുപാട് കരയണം, എനിക്ക് ഒരുപാട് സ്ക്രീം ചെയ്യണം, അലറണം എന്ന് തോന്നുന്നു. ആൻഡ് റണ്ണിങ് അവേ ഓൾ അറ്റ് ദ സെയിം ടൈം, ഇതെല്ലാം ഒരേ സമയം ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ഐ ജസ്റ്റ് വാണ്ട് ടു ബി ട്രീറ്റഡ് ഫെയർലി, എനിക്ക് ഫെയർ ആയ ഒരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് വേണ്ടത്. ഐ വാണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ് ഫോർ മൈ ഹാർഡ് വർക്ക്, നോട്ട് ഫോർ ഹൂ മൈ ഫാദർ ഇസ്. എനിക്ക് എന്താണ് എന്റെ ഹാർഡ് വർക്ക് അല്ലേ, ഞാൻ ചെയ്ത ഹാർഡ് വർക്കിനുള്ളൊരു പ്രതിഫലം, അല്ലെങ്കിൽ അതിനുള്ളൊരു റിവാർഡ്, അതിനുള്ളൊരു റെക്കഗ്നിഷൻ ആണ് എനിക്ക് വേണ്ടത്. അല്ലാണ്ട് എന്റെ അച്ഛൻ ഇങ്ങനെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എന്റെ അച്ഛന് ഒരു സ്റ്റോർ ഓൺ ചെയ്യുന്നില്ല, എന്റെ അച്ഛൻ ബോർഡിലെ മെമ്പർ അല്ല എന്നുള്ളത് കൊണ്ട് എന്നെ തഴയപ്പെടുകയാണോ ചെയ്യണത്. ഇറ്റ് ഈസ് വെരി അൺഫെയർ, ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ.
ഐ ഡോണ്ട് നോ ഹൗ ഐ എം ഗോയിങ് ടു ഫേസ് ടുമോറോ. നാളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ. അതായത് ഫുൾ അൺസർട്ടനിറ്റി ആണ്. ഈ ഇങ്ങനത്തെ ഒരു ഡയറി എൻട്രി ആവുന്ന സമയത്ത് അൺസർട്ടനിറ്റി ആണ് ഫുള്ളും കാണുക. എന്താണ്? അൺസർട്ടനിറ്റി ആണ് കേട്ടോ. മാർക്കറ്റ് അൺസർട്ടനിറ്റി ആണ്. അനിശ്ചിതത്വമാണല്ലോ. അവൾ നാളെ എങ്ങനെ ഫേസ് ചെയ്യും, നാളെ എങ്ങനെ അവിടെ ആൾക്കാരെ കാണും എന്നുള്ളതാണ്. Then I don't know how I am going to walk into that school and pretend like everything is okay. എങ്ങനെയാണ് ഞാൻ ആ സ്കൂളിലേക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ള പോലെ കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത്? പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, അല്ലെങ്കിൽ നാട്യം കാണിക്കുക എന്നുള്ളതാണ്. ഐ ഡോണ്ട് നോ ഹൗ ഐ ആം ഗോയിങ് ടു വാക്ക് ഇൻ ടു ദാറ്റ് സ്കൂൾ. ഞാൻ ആ സ്കൂളിലേക്ക് എങ്ങനെ കയറി ചെല്ലും? ആൻഡ് പ്രിറ്റൻഡ് ലൈക്ക് എവറിത്തിങ് ഇസ് ഓക്കെ. എല്ലാം ഓക്കെ ആണെന്നുള്ള പോലെ ഞാൻ എങ്ങനെ പ്രിറ്റൻഡ് ചെയ്യും? പ്രിറ്റൻഡ് ചെയ്യുക എന്നല്ല, അഭിനയിക്കുക, നാട്യം കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ. Then, but I know I have to. പക്ഷെ എനിക്കറിയാം എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. I have to keep fighting for what I deserve. എനിക്ക് ഡിസേർവ് ചെയ്യുന്നത് കിട്ടാൻ വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞ് അവള് സ്റ്റോപ്പ് ചെയ്യാണ് ആ ഒരു ഡയറി എൻട്രി. ഓക്കേടാ. സോ ഇത് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയല്ലോ, ഡയറി എൻട്രിയിൽ എന്തോരം കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡയറി എൻട്രി 4-5 പ്രാവശ്യം നന്നായിട്ട് വായിച്ച ശേഷം നിങ്ങൾ ഈ ഒരു ഡയറി എൻട്രി പ്രാക്ടീസ് എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രാക്ടീസ് മേക്സ് പീപ്പിൾ പെർഫെക്റ്റ് എന്നുള്ളതാണ്. അപ്പം എത്രത്തോളം ഇതിനെ നിങ്ങൾ ഓരോ പ്രാവശ്യം മാറ്റി മാറ്റി എഴുതാൻ വേണ്ടി നോക്കുന്നു, അത്രത്തോളം നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, നല്ലൊരു ആൻസർ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിരിക്കും. ഓക്കേടാ. സോ ഈ കാര്യമാണ്. പിന്നെ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഡയറി എൻട്രി എഴുതുന്ന സമയത്ത് ഇമോഷൻസിനെ കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് തോന്നാമെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ എഴുതിയ ഒരു ഇത് കണ്ടോടാ, ഇത് കഴിഞ്ഞിട്ട് 2-3-4 കുത്തിട്ട് കണ്ടോ. സോ അത് നമ്മുടെ ആ ഇമോഷനെ ഒന്നും കൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ കുത്തുകൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പം അതിന്റെ ഒരു ഇമോഷന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അലാസ് എന്നിട്ടൊരു 3-4 കുത്തിടാം. അല്ലെങ്കിൽ ഇറ്റ് വാസ് ആ ടെറിബിൾ ഡേ എന്ന് പറഞ്ഞ ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഇല്ലേ, യെസ്, ഈ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു 3-4 കുത്തിടാം. അപ്പോൾ ഒരു വേറെ സൗകര്യം എന്താ വെച്ചാൽ കുറച്ച് സ്ഥലം പേപ്പറിൽ നീങ്ങി കിട്ടുകയും ചെയ്യും. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ ആൻസർ ഷീറ്റ് മിസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് എഴുത്തുണ്ട്, പിന്നെ കുറെ കുത്ത് പിന്നെയും കുറെ കുത്ത് പിന്നെയും കുറെ കുത്ത് ഇങ്ങനെയായി പോകരുത്. പക്ഷെ ആ ഒരു ഇമോഷന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് അവിടെ ഇവിടെ കുത്തൊക്കെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ ഓക്കേടാ. അപ്പൊ നിങ്ങൾ ഈ ഡയറി എൻട്രി നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടൊക്കെ വേണം നിങ്ങൾ എക്സാമിൽ പോകാനായിട്ട്. ഇതിനകത്തുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യണം. ഇനി ഇതിന്റെ വേറൊരു മോഡൽ ഡയറി കൂടെ ഉണ്ട്. എന്താണ്? നമ്മുടെ മാർത്ത ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയതിനു ശേഷം വെൻ ഷീ ബിക്കംസ് വെരി ഹാപ്പി, അല്ലെ, ഒരുപാട് ഹാപ്പി ആയതിനു ശേഷം എഴുതുന്ന ഒരു ഡയറി ഉണ്ട്. ആ ഡയറി എൻട്രി കൂടെ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമല്ലേ? ആ ഡയറി എൻട്രി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ്സ് ഒക്കെ ഇനി എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ആ ലൈവ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ എക്സാമിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ലൈവ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ ആൻസേഴ്സ്, എടാ ഈ മാർത്തന്റെ ഈ ഡയറിയും അതേപോലെ തന്നെ ഹാപ്പി ആവുന്ന സമയത്തുള്ള ഡയറിയും പിന്നെ ഒരുപാട് ലെറ്റേഴ്സ് ഇതേപോലെ തന്നെ ഒരുപാട് ഡിസ്കോഴ്സസ് അതിനകത്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. സോ ആ ലൈവുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് കാണണം. എല്ലാത്തിന്റെയും ആൻസേഴ്സ് മിസ് സെറ്റ് ആക്കി നിങ്ങളുടെ കൈ തരുന്നതാണ്. ഓക്കേടാ. ഇനി നമുക്ക് വേറൊരു വീഡിയോയില് വേറൊരു ആക്ടിവിറ്റി ആയിട്ട് കാണാം. ബൈ.